പ്രൈസ് ദി ലോർഡ്. ആമേ. വേഗത്തിൽ നമുക്കൊരു ദൂതിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം എന്നെ ഏൽപ്പിച്ച ആമേ സ്തോത്ര ഒരു ദൂത് ഹല്ലേലൂയ നമുക്കിന്ന് പാഠഭാഗമായി വായിച്ച ആമേ സ്തോത്ര ഹല്ലേലൂയ 1 രാജാക്കന്മാരുടെ പുസ്തകം 21 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വേഗത്തിൽ ഒരാളിന് ആമേ വായിച്ച ആൾ തന്നെ മൈക്കിൽ കൂടി ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. അതിന്റെ ശേഷം സംഭവിച്ചത് ഇസ്രായേലിനായ നാബോത്തിന് ഇസ്രായേലിൽ ശമര്യ രാജാവായ ആഗാബിന്റെ അരമനയുടെ സമീപത്ത് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആഗാബ് നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരേണം, മതി. പ്രൈസ് ദി ലോർഡ്. എല്ലാ കണ്ണുകൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ വ്യക്തിപരമായി ദൈവജനത്തോട് ഇടപെടേണ്ടതിനായി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട നന്മയെ പിശാച് ദൃഷ്ടി വെച്ചാൽ അതെന്റെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ആമേൻ. ആ കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ വരേണ്ട നന്മയെ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയിൽ, ആമേ ഹല്ലേലൂയ, എൻ്റെ കൊച്ചുമക്കളിൽ ആമേ കടന്നു വരേണ്ട നന്മയെ അടച്ചു വെച്ചിരുന്ന ശത്രുവിൻ്റെ ചില പദ്ധതികളെ ഇന്ന് പകൽക്കാലം ദൈവം അടിച്ചു തരണമേ. ഈ വചന ശുശ്രൂഷ കഴിയുമ്പോൾ എൻ്റെ ഭവനത്തിൽ ഒരു വിടുതൽ നടക്കണം. എൻ്റെ തലമുറ സ്വപ്നം കണ്ട കർത്താവെ കുടുംബജീവിതത്തിനകത്തേക്ക് പ്രവേശിച്ചതെങ്കിലോ അതിനെ അടച്ചു വച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങൾ, ദേശത്തിന്റെ ചില വ്യാപാരങ്ങൾ ഇന്ന് പകലിൽ അഴിയട്ടെ. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടങ്ങിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടങ്ങിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ലയോഹരി. നിനക്കായി കരുതും അവൻ നല്ലയോഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. രോഗങ്ങളാൽ നീ വലയുകയോ. എല്ലാ ദൈവമക്കളും കരമടിച്ച് കരമടിച്ച് വാതിലുകളെ തുറന്ന് ദൈവത്തിന്റെ അല്പസമയം ഒന്ന് ആരാധിച്ച് പരിശുദ്ധാത്മാവിന്റെ തേജസ്സിൽ ദൈവമക്കളുടെ മേൽ ഇറങ്ങി വരേണ്ടതിന് പകൽക്കാലം ഒരു ശൂന്യതയുടെ അകത്തല്ല നീ ഇരിക്കേണ്ടത്. ഒറ്റപ്പെട്ട ഒരു അനുഭവത്തിനകത്തല്ല നീ ഇരിക്കേണ്ടത്. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ എന്റെ ദൈവത്തിന് സാധിക്കും. ആമേ ശത്രു അടച്ചു വെച്ച ചില മണ്ഡലങ്ങൾ, ആമേ പിശാച് അടച്ചു വെച്ച ചില ദുഷ്ടവ്യാപാരങ്ങൾ ഇന്ന് പകൽക്കാലം അഴിയപ്പെടട്ടെ. ആമേ ദുരാലോചനയുടെ മുമ്പിൽ നിന്നെ തകർത്ത് ഒതുക്കി വെച്ച മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു വരികയാ. ശക്തമായ ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ആമേ ഹല്ലേലൂയ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മൈറ്റി പവർ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ തീ നിന്റെ മേൽ കത്തി ജ്വലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ നാളുകളായി വർഷങ്ങളായി കണ്ണുനീരൊഴുകി കരഞ്ഞ ആ വിഷയത്തിന് മറുപടി ഇല്ലാതെ വണ്ണ നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന നിന്റെ തലമുറയെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ചില ഞെരുക്കങ്ങൾ ഇന്ന് പകലിലൂടെ അടിയുകയാണ്. അവയെ പ്രാർത്ഥിക്കുന്നവൻ ഇതിനകത്തുണ്ടോ? അവയെ കണ്ണുനീരോടെ കരയുന്നവൾ ഇതിനകത്ത് ഇരിപ്പുണ്ടോ? ഇന്ന് പകൽ നിന്റെ വിടുതല ഇത് നിന്റെ സമയമാണ്. ഇന്ന് പകൽ അവയെ വാ തുറന്ന് പറ, ഇതെന്റെ സമയമാണ്. ചുടമന ഹസ്തരാജ വൈഡരാജ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളോട്, പ്രാർത്ഥിക്കുന്ന തലമുറകളോട്, ആമേ പ്രാർത്ഥിക്കുന്ന ഭവനത്തോട്, പ്രാർത്ഥിക്കുന്നതിന്റെ വിഷയത്തിന് മറുപടി വരാതെ വണ്ണം അതിനെ തടസ്സപ്പെടുത്തുന്ന ചില ഇസബേലിയ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ.
നന്നായിട്ട് കരമടി ചതരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചോ. ആമേ വീട്ടിനകത്ത് പ്രാർത്ഥിച്ചു കയറാൻ സ്വസ്ഥതയില്ലാതെ വണ്ണം ആമേ രണ്ട് തർക്കങ്ങളിലേക്ക് നിൽക്കുന്ന ചില കുടുംബത്തിനകത്ത് ഒളിഞ്ഞു മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന പിശാചിന്റെ ചില അടിവേരുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടുന്നു 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 പൊട്ടുന്നു. കരമടിച്ച് ദൈവസന്നിധിയിൽ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതി. അടുത്തിരിക്കുന്നവരെ നോക്കാനല്ല, മുമ്പിൽ ഇരിക്കുന്നവരെ കാണാനല്ല നീ വന്നത്. നീ വന്നത് യേശുവിന്റെ കൂടെ ചേർന്ന് ആരാധിക്കാനാ. ഇന്ന് പകൽക്കാലം ദൈവം അത്ഭുതം ചെയ്യുന്ന പകല് അവൻ നീ മൗനമായിരിക്കരുത്. മൗനമായിരിക്കേണ്ട സമയമല്ല. ഇന്ന് പകൽക്കാലം ആർപ്പോടെ അവൻ ഉച്ചത്തിൽ കാഹളം അവൻ ഉയർത്തിപ്പിടിച്ച് അതരങ്ങളെ തുറന്ന് യേശുവേ എന്റെ അരികിൽ ഇറങ്ങി വരണമേ, എന്റെ ഭവനത്തിൽ ഇറങ്ങണമേ, എന്റെ തലമുറയോട് ഇടപെടണമേ. ഇന്ന് പകൽക്കാലം എല്ലാ ശൂന്യതകളും ഇന്ന് പകൽക്കാലം അഴിയട്ടെ. ചില നിരാശകൾ പൊട്ടുന്നു, ചില ചില ഭയങ്ങൾ വിട്ടുമാറുന്നു. ചില കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ മറഞ്ഞിരിക്കുന്ന പതിയിരിപ്പുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു. വാഗ്ദത്തമുള്ള നിന്റെ തലമുറയെ, വാഗ്ദത്തമുള്ള നിന്നെ പിശാച് അടച്ചു വെച്ച് കാരാഗ്രഹത്തിനകത്ത് അടക്കപ്പെട്ട നിലവാരത്തിൽ നിന്നെ ഒതുക്കി വെച്ച ചില മണ്ഡലങ്ങൾ ഇന്ന് പകലിൽ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്നവർ, സിംഹത്തിന്റെ മടയിൽ ഇറങ്ങി വന്നവർ, ഹല്ലേലൂയ യേശു ഹല്ലേലൂയ. ഇന്ന് അനേകരുടെ ഭവനങ്ങളിൽ ആ വിടുതൽ നടക്കുകയാണ്. നീ അനുഭവിക്കേണ്ട നന്മയെ ആമേ ഹല്ലേലൂയ. മാനസികമായി നിന്നെ ഒതുക്കി വെച്ച ചില മേഖലകൾ ഇന്ന് പകൽക്കാലം അഴിയട്ടെ. കരമടിച്ച അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രക്തക്ഷയം യേശുവിന്റെ നാമത്തിൽ ചില വെല്ലുവിളിയുടെ മുമ്പിൽ ദൈവത്തിന്റെ ഹല്ലേലൂയ ഉയർത്തുവാൻ പോവുകയാ. ചില വെല്ലുവിളിയുടെ മുമ്പിൽ ദൈവത്തിന്റെ ഉയർത്താൻ പോവുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒറ്റപ്പെട്ടു പോയെന്ന് നീ ഭാരപ്പെടണ്ട. അവൻ തകർന്നു പോയെന്ന് നീ പറയണ്ട. കാരണം നിന്റെ തകർച്ചയെ മാറ്റുവാൻ, നിന്റെ നിരാശയെ മാറ്റുവാൻ, നിന്റെ ഒറ്റപ്പെടലിനെ മാറ്റുവാൻ, നിന്റെ കണ്ണുനീരിനെ ഒപ്പിയെടുക്കുവാൻ യേശുവിടെ വന്നിട്ടുണ്ട്. അവൻ ആർക്കും കടക്കാരനല്ല. കാരണം 2025 ഈ വർഷം നിന്റെ ദൈവം കൊണ്ടുവന്നത്, ഈ ഹോളിനകത്ത് ദൈവം നിന്നെ കൊണ്ടുവന്നത് നിനക്ക് മൗനമായി ഇരിക്കാനല്ല. കാരണം ഇന്ന് പകലിൽ ആരാധിക്കാൻ അവൻ ജനം തയ്യാറെങ്കിൽ വിടുവിക്കാൻ യേശു ശക്തനാണ്. പിശാച് കൊള്ളയടിച്ചു കൊണ്ടുപോയത് നിന്റെ തലമുറയുടെ അനുഗ്രഹത്തെ അവൻ അടച്ചു വെച്ച ചില നന്മകൾ, ചില വിടുതലുകളെ പിശാച് അടച്ചു വെച്ച ചില മണ്ഡലങ്ങൾ ഇന്ന് പകലിൽ അവൻ ദൈവത്തിന്റെ കരം ചലിക്കുകയോ. പ്രാർത്ഥിക്കുന്നവനെതിരെ അടിച്ചുവിടുന്ന ചില മണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ അടിയട്ടെ. ചില വിടുതലുകൾ നടക്കുകയാ. ചില രോഗികളിൽ അവൻ വിടുതൽ നടക്കുകയാ. ചില കുടുംബങ്ങളിൽ വിടുതൽ ഇറങ്ങുകയാണ്. നീ ഇവിടെ പ്രാർത്ഥിച്ച് കരയുമ്പോൾ നിന്റെ ഭവനത്തിൽ ദൂതൻ ഇറങ്ങുകയാ. ഇന്ന് പകലിൽ മറുപടി ഇറങ്ങി വരികയാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സങ്കടപ്പെട്ട് കരയുന്ന ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ മറുപടി, ദൈവത്തിന്റെ കരം ചലിക്കുകയാ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ദൈവമേ കർത്താവേ, ഈ പകൽക്കാലം ദൈവ സാന്നിധ്യം ദൈവജനത്തിന്റെ മേൽ ഒരുപോലെ ഇറങ്ങട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഒരാമേൻ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. വായിച്ച ദൂത് ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം. അതിന്റെ ശേഷം സംഭവിച്ചത് ഇസ്രായേലിനായ നാബോത്തിന് ഇസ്രായേലിൽ ശമര്യ രാജാവിന്റെ ആഹാബിന്റെ അരമനയുടെ സമീപത്ത് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആഹാബ് നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരേണം, മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷിക്തനെതിരെ, ആമേൻ, ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ് അവന്റെ നന്മയ്ക്കെതിരെ ആമേൻ സ്തോത്രം വെല്ലുവിളി നടത്തിക്കൊണ്ട് പല ഓഫറുകൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവദാസനെതിരെ എഴുന്നേറ്റ് വരുന്ന ആമേ ഹല്ലേലൂയ ആഹാബ് സ്തോത്രം ഹല്ലേലൂയ. ഞാൻ പറയാം, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വേല ചെയ്ത് ജീവിക്കുന്ന ദൈവദാസന്മാർക്കെതിരെ വരുന്ന ചില പ്രതിസന്ധികളെ ദൈവം അതിന്റെ മറുപടി ഈ വർഷത്തിൽ ദൈവം അയക്കും, ഉറപ്പാ.
കാരണം നൂറ്റാണ്ടുകൾ കൊണ്ട് പെട്ടകമെടുത്ത് ഈ മണ്ണിൽ ആമേ വേല ചെയ്തവർ ഇന്ന് നിത്യതയിൽ പ്രവേശിക്കുമ്പോൾ അവരുടെ തലമുറകൾ അതിൻ്റെ പുറകെ പെട്ടകമായി എടുത്തുകൊണ്ട് അവർ ദൈവത്തിന്റെ സന്നിധി നിൽക്കുമ്പോൾ അവരെ പരാജയപ്പെടുത്തി കളയുവാൻ ഏതൊക്കെ പദ്ധതികൾ ആമേ ഇവർക്കെതിരെ അടിച്ചുവിട്ടാലും ആഹാബേ നിന്റെ അരമനയിൽ ആമേ ഒരുമിച്ച് കൂടി നീ എടുക്കുന്ന തീരുമാനത്തെ അടിക്കുവാൻ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാസ്തവമായി ഇവിടെ എന്താ സംഭവിച്ചത്? പ്രാർത്ഥിക്കുന്ന നാബോത്തിന്റെ നന്മയെ വശീകരിച്ചുകൊണ്ട് വില കൊടുത്തുകൊണ്ട് ആ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കി മാറ്റുവാൻ കൊട്ടാരത്തിനകത്തേക്ക് നുഴഞ്ഞു കയറിയ ആമേ ഹല്ലേലൂയ പൈശാചിക മണ്ഡലം ആഹാബിന്റെ ഭാര്യയായ ഇസബേലിൽ കൂടി വ്യാപരിച്ചുകൊണ്ട് ആമേ ദൈവദാസനെ ഭൂമിയിൽ നിന്നും ആമേ ഉന്മൂലനാശം ചെയ്യുവാൻ, അവനെ ശിരഛേദനം ചെയ്യുവാൻ, ഇവൻ ഈ പട്ടണത്തിൽ ഇങ്ങനെ പോയാൽ നമുക്ക് ഈ രാജ്യം ഭരിക്കാൻ കഴിയത്തില്ലെന്ന് പിശാച് മനസ്സിലാക്കി കൊടുത്തത് മുഖാന്തരം നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കി മാറ്റുവാൻ നാബോത്തിനെതിരെ അഴിച്ചുവിട്ട ആമേ ചില അപവാദങ്ങളും അപമാനിക്കപ്പെടലുകളും ഒറ്റപ്പെടലുകളുമായി ഹല്ലേലൂയ ആമേ ആഹാബ് എഴുന്നള്ളി വരുമ്പോൾ ഞാൻ അതിനകത്ത് നിന്നൊരു മർമ്മം പറയാ, ഒരു ദൂത് വിളിച്ചു പറയാ, പ്രാർത്ഥിക്കണം നിന്റെ കുടുംബത്തിനെതിരെ കണ്ണുനീര് തൊഴുകി വർഷങ്ങൾ കൊണ്ട് കരയുന്ന നിന്റെ ഭവനത്തിനെതിരെ നിന്റെ സന്തതിക്കെതിരെ ഓരോ ആരോപണങ്ങളും പറഞ്ഞ് നിനക്കെതിരെ അഴിച്ചുവിടുന്ന ചില വെല്ലുവിളികളെ എന്റെ ദൈവം ഏയും ആമേ ഹല്ലേലൂയ ദൂത് മനസ്സിലായവർ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിക്കുന്നവർ തോറ്റുപോകത്തില്ല, പ്രാർത്ഥിക്കുന്നവൻ തോറ്റുപോകത്തില്ല. പ്രാർത്ഥിക്കുന്ന നിന്റെ കൂടാരത്തിൽ മറുപടി വരുന്നുണ്ട്, നിന്റെ ഭവനത്തിൽ വിടുതൽ നടക്കുന്നുണ്ട്. നിന്റെ വിടുതലിനെ തടയുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഇന്ന് പകലിൽ ആമേ ഹല്ലേലൂയ ആമേ ആത്മാവിലെ ദൂത് പിടിച്ചെടുക്ക്. ആമേ നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, ആമേ നിന്റെ തലമുറയ്ക്കെതിരെ ആമേ പതിയിരിക്കുന്ന ചില മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ ഉപവസിച്ചും പ്രാർത്ഥിച്ച് ആമേ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലും മടക്കി പ്രാർത്ഥിച്ച് ദൈവം തന്ന അനുഗ്രഹത്തെ, ദൈവം തന്ന നന്മയെ ആമേ ഈ ലോകത്തിൽ ഒരു ശക്തിക്കോ ഒരു മന്ത്രവാദത്തിനോ ആമേ ഒരു പൈശാചിക തലത്തിനും ഒരു രാജാവിനും ഒരു ഇസബേലിനും അതിനെ തകർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ആമേ എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞ് ഇനി ഒരു സാധ്യത എൻ്റെ മുമ്പിലില്ല, എൻ്റെ മുമ്പിലുള്ള എല്ലാ വഴിയും അടഞ്ഞെന്ന് പറഞ്ഞ് നീ ഒറ്റപ്പെട്ട് ആമേ ഒറ്റപ്പെട്ടവളായി തകർക്കപ്പെട്ടവനായി നീ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടുമ്പോൾ അവിടെ നിന്ന് ദൈവത്തിന്റെ കരം ചലിച്ചു തുടങ്ങുന്നത്. ഇന്ന് പകൽ ദൂത് മനസ്സിലായവർ ആമേ ഏറ്റെടുത്തോ. ആമേ എല്ലാം കൈവിട്ടു പോകുമ്പോൾ കൂടെ നിന്നവർ തള്ളിപ്പറയുമ്പോൾ ആമേ സഭക്കാർ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ നിന്നെ വിടുവിക്കുന്ന ഒരു കർത്താവ് ഇറങ്ങി വരാൻ പോകുകയാണ്. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഇറങ്ങി 18 വർഷം കൂനിയായിരുന്ന ഒരു സഹോദരിയെ അവൻ കണ്ടു, കൈനീട്ടി വിളിച്ചു, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അടിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ സഭക്കാരുടെ നടുവിൽ കൈവയ്ക്കുമ്പോൾ അവളെ കൂടി നിവർന്നു വന്നെങ്കിൽ നാളുകളായി നിന്റെ ഭവനത്തിൽ നീ അനുഭവിക്കേണ്ട നന്മ, നീ അനുഭവിക്കേണ്ട സന്തോഷം, നീ അനുഭവിക്കേണ്ട വിടുതൽ ദൈവം ചില കുടുംബങ്ങൾ മടക്കി തരികയാണ്. പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ മുഖം കണ്ടിറങ്ങിയവർ, ദൈവത്തിന്റെ ശബ്ദം കേട്ടിറങ്ങിയവർ, ദൈവത്തിന്റെ ആലോചന കേട്ടിറങ്ങിയവർ, ഇന്നും ദൈവവചന അടിസ്ഥാനത്തിൽ നിൽക്കുന്നവർ, അപ്പോസ്തലിക ഉപദേശത്തിൽ നിൽക്കുന്നവർ ഒരിക്കലും തോറ്റുപോകത്തില്ല. നിനക്കെതിരെ ഏത് കൊട്ടാരത്തിൽ നിന്ന് എന്തെല്ലാം അഴിച്ചുവിട്ടാല് നിന്നെ പിടിച്ചു കൊണ്ടുപോകാൻ ഈ ഉലകത്തിൽ ഒരു ശക്തികൾക്ക് കഴിയത്തില്ല. കാരണം ഏത് ഇസബേൽ ഇറങ്ങി വന്നാലോ, ഏത് മന്ത്രവാദി ഇറങ്ങി വന്നാലോ അവൻ വചനം നിന്റെ അകത്തുണ്ടെങ്കിൽ, അഭിഷേകം നിന്റെ മേൽ ഉണ്ടെങ്കിൽ, ആ പുതപ്പ് നിന്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ ആമ എന്റെ മുമ്പിലിരിക്കുന്ന വിശ്വാസിയെ നീ തോറ്റുപോകുകയില്ല.
കരമടിച്ചു കർത്താവിന് സ്തോത്രം ചെയ്യ്. ഇന്ന് പകൽ ഒരു ഭയങ്കര വിടുതൽ നടക്കുകയാ, ഒരു ഭയങ്കര വിടുതൽ നടക്കുകയാ. കാലപ്പഴക്കം ചെന്നിരിക്കുന്ന ചില വിഷയങ്ങൾ, അവൻ മറച്ചു വെച്ച ചില വിഷയങ്ങൾ നിന്റെ അനുഗ്രഹത്തെ തടാതെ, അവൻ നിന്റെ തലമുറയുടെ ജോലിയെ, അവൻ ഹല്ലേലൂയ അടച്ചു വെച്ച ചില മണ്ഡലങ്ങൾ, നിന്റെ തലമുറയുടെ കുടുംബജീവിതത്തെ തകർത്തു വെച്ച ചില മണ്ഡലങ്ങൾ, നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥത തരാതെ വന്ന അവൻ ഭിന്നതയിട്ട് ഭിന്നിപ്പെട്ട് ചിലരെ അകറ്റിക്കൊണ്ടുപോയ മണ്ഡലങ്ങൾ ഇന്ന് പകലിൽ അഴിയട്ടെ. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? പ്രാർത്ഥിച്ച് ദൈവം നിനക്ക് തുറന്നു തന്ന നന്മയെ ഒരു ഇസബേലിനും പിടിച്ചു പൂട്ടാൻ കഴിയത്തില്ല. ഒരൽപ്പമേ ശക്തി നിനക്ക് ഉള്ളൂ എങ്കിലും നീ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചതുകൊണ്ട് ഒരുപക്ഷെ നിന്നെ തകർക്കാൻ പറ്റുക. ഞാൻ പറയാ, ഒരുത്തനെ വേലയിൽ നിന്ന് തകർത്ത് മാറ്റിയാൽ അടുത്ത് ദൈവം ഇറക്കുന്നത് മെതിക്കുവാൻ തൻ്റെ ഇടമുള്ള ഒരു ഗിദയോനെ, അവൻ ഒരു ഗിദയോനെ ദൈവം കളത്തിൽ ഇറക്കും. ഹല്ലേലൂയ. ഒരുത്തൻ പോയാൽ 9 പേരെ കൊണ്ടുവരുവാൻ ദൈവത്തിനറിയാം. ജനക്കൂട്ടത്തിന്റെ ഇടയിൽ അവൻ നാട്ടുകാരുടെ നടുവിൽ അവൻ നിനക്കെതിരെ കല്ലെറിഞ്ഞാല്, ഒരുപക്ഷെ നിന്നെ കല്ലെറിഞ്ഞ് കൊന്നാല്, നാബോത്തെ നീ ദൈവത്തെ മുറുകെ പിടിച്ചതുകൊണ്ട് ഹല്ലേലൂയ ദൈവം നിന്റെ വേഗത്തിൽ പർദീസയിൽ കൊണ്ടുവരും. പകരം നിന്റെ പുറകിൽ ഒരു ഗിദയോൻ വരുന്നുണ്ട്, ഒരു ശിംശോൻ വരുന്നുണ്ട്. ഇന്ന് പകൽ നീ ഒരു പരാക്രമശാലിയ. ഓ, നീ ഒരു പരാക്രമശാലിയ, നീ ഒരു പരാക്രമശാലിയായി മാറണം. നീ പ്രാർത്ഥനയിൽ ആമെ കയറി വരണോ. സുഡമന ഹസ്തരാജ വൈഡരാജ റിവലാഭ ശബ്ദലാഭ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ നന്മയെ ഒരു ദുഷ്ടശക്തിക്ക് തകർക്കാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറയെ ഒരു മാനുഷിക ശക്തികൾക്ക് മറച്ചു വെക്കാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറയെ, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ ഒഴുക്കിവിട്ട കണ്ണുനീര് 4 ഭിത്തിക്കുള്ളിനകത്തിരുന്ന് നീ കരഞ്ഞ കണ്ണുനീരോടെ ആമെ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി നിന്റെ തലമുറയെ ഒരു അന്ധകാര ശക്തിക്ക് വശീകരിച്ചു കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഒരമ്മത്തിനും മയക്കുമരുന്നിന് ആമെ ഒരു കഞ്ചാവിന് അടിത്താക്കാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. പ്രാർത്ഥിച്ച് കരയുന്ന അമ്മമാരെ, പ്രാർത്ഥിക്കുന്ന അപ്പമാരെ ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, ഞാൻ സേവിക്കുന്ന ദൈവം എന്റെ തലമുറയെ കരുതുന്നവനാണ്. അവൻ ഏത് കുലിക്കിനെ അടിച്ചുകൊണ്ട് വരുവാൻ എന്റെ ദൈവത്തിനറിയാം. ഏതൊക്കെ ഇസബേലുകൾ നിനക്കെതിരെ ഇളകി മറിഞ്ഞ് ദുരാലോചന പറഞ്ഞു വന്നാലോ അതിനെ തടയുവാൻ എന്റെ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. മനസ്സിലായവർ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് ഇന്ന് പകൽക്കാൾ ഒരു ദൈവിക വിടുതൽ. സ്തോത്രം, സ്തോത്രം. അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചേ. 21-ന്റെ 5 ഒന്ന് വായിച്ചേ. യെസ്. അപ്പോൾ അവന്റെ ഭാര്യ, അപ്പോൾ ആഹാബിന്റെ ഭാര്യ ഇസബേൽ അവന്റെ അടുക്കൽ വന്നു, ആഹാബിന്റെ അടുക്കൽ വന്നിട്ട് ഭക്ഷണം ഒന്നും കഴിക്കാതെ, നീ ഭക്ഷണമൊന്നും കഴിക്കാതെ, ഇത്ര വ്യസനിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ, നീ ഇത്രയും വ്യസനിച്ചിരിക്കുന്ന നിന്റെ കാര്യം എന്നതാച്ചാ? എടാ, ഭാര്യ ഭർത്താവിനോട് ചോദിക്കുക. ആരാ? ഇസബേല് തന്റെ ഭർത്താവായ ആഹാബിനോട് ചോദിക്കുക, നീ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇത്ര വിഷമിച്ചിരിക്കുന്നതിന്റെ കാര്യം എന്നതാ? എന്നോട് പറ. അവൻ അവളോട്, അവൻ ഭാര്യയോട്, ആഹാബ് ഭാര്യയോട് പറയുക, ഞാൻ ഇസ്രായേലിനായ നാബോത്തിനോട് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലക്ക് തരണമെന്ന്, വിലക്ക് തരണമെന്ന് അല്ല, നിനക്ക് സമ്മതമെങ്കിൽ അതിന് പകരം വേറെ മുന്തിരിത്തോട്ടം അതിന്റെ ഇരട്ടി വിലയോ ഞാൻ തരാം. ഇതൂത് വല്ല മനസ്സിലാകുന്നുണ്ടോ? ഹലോ, കഴിഞ്ഞ ദിവസം വരെ ഒരു പ്രശ്നവും ഇല്ല. ഈ ഇസബേൽ എന്ന് കൊട്ടാരത്തിൽ വന്നു കയറിയോ അന്ന് മുതൽ പ്രശ്നം ആരംഭിച്ചു. മനസ്സിലായില്ലേ?
അർഹതയില്ലാത്ത അർഹതപ്പെടാത്ത ചിലത് നിന്റെ പുരക്കകത്ത് കാല് വെച്ചാൽ പിശാച് നിന്റെ വീട്ടിന്റെ കോളം തോണ്ടി നിന്നെ തകർത്ത് ഒതുക്കുന്ന ചില നിമിഷങ്ങൾ പുറകിൽ മറഞ്ഞിരിക്കുക. പക്ഷെ ഞാൻ പറയാ, പ്രാർത്ഥിക്കുന്നവൾ ആ വീട്ടിനകത്തുണ്ടെങ്കിൽ, ആ പുരക്കകത്തുണ്ടെങ്കിൽ അവന്റെ ഒരു പദ്ധതി നടക്കത്തില്ല. നിന്റെ കുടുംബത്തെ പൊളിക്കുവാൻ, നിന്റെ ശുശ്രൂഷയെ പൊളിക്കുവാൻ നൂറ് കടക്കുന്ന ചില പൈശാചിക ശക്തികളുണ്ട്. ഇന്ന് പകലിനെ തിരിച്ചറിയണം. പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ ആ അനർത്ഥത്തെ ദൈവം മാറ്റിത്തരും. അനർത്ഥം വിട്ടുമാറും. പരിശുദ്ധാത്മാവ് പറയുന്നു, ചില കുടുംബങ്ങളിൽ നിന്നും അനർത്ഥങ്ങൾ വിട്ടിറങ്ങുകയാ യേശുവിന്റെ നാമത്തിൽ. രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരകൻ നിനക്ക് പേടിപ്പാനില്ല. ഇന്നലകളിൽ വരെ ആഹാബ് കൊട്ടാരം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. ഈ ഇസബേൽ എന്ന് വന്ന് കയറിയോ അന്ന് മുതൽ പ്രശ്നം ആരംഭിച്ചു. കണ്ടോ, ഇസബേല് പറഞ്ഞു കൊടുത്ത ഒരു നാടകമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. എനിക്ക് ആ ചീരത്തോട്ടം വേണം. കണ്ടോ, ചില കുടുംബങ്ങളെ വഴിതെറ്റിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില ഇസബേലിയ വ്യാപാരങ്ങൾ. ഹലോ, യൂട്യൂബിൽ എന്നെ ശ്രദ്ധിക്കുന്ന സഹോദര, സ്നേഹിത, സഹോദരി, ചില സഭകളെ തകർത്ത് ഉടച്ചു കളയുവാൻ വിളിച്ചു നിൽക്കുന്ന ഇസബേലിയ വ്യാപാരങ്ങൾ. ഭർത്താവിനെ കീഴ്പ്പെടാതെ പ്രവചനമെന്ന് പറഞ്ഞ്, ആലോചനയെന്ന് പറഞ്ഞ്, ഇപ്പൊ കിട്ടിയതെന്ന് പറഞ്ഞ്, ലൈവാണെന്ന് പറഞ്ഞ് അനേക ഭർത്താക്കന്മാരെ ശുശ്രൂഷയിൽ നിന്നുകൊണ്ട് വലിച്ചറക്കുന്ന ചില ഇസബേലിയ വ്യാപാരങ്ങൾ ഈ ദൂത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അകത്തളങ്ങളിൽ നിന്ന് ഈ ബന്ധനം അഴിഞ്ഞു മാറുകയാ. ചില കുടുംബങ്ങളിൽ സമാധാനമില്ല. ചില ശുശ്രൂഷകന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയുന്നില്ല. ചിലർക്ക് ദൂരദേശത്ത് പോയി ശുശ്രൂഷിക്കാൻ കഴിയുന്നില്ല. വിദേശത്ത് ഹല്ലേലൂയ ശുശ്രൂഷ ഹാർക്ക് വേണ്ടി വിളിച്ചാൽ ചില ഭാര്യമാർ വിടത്തില്ല. മറ്റു ജില്ലയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ വിടത്തില്ല. കാരണം സംശയത്തിന്റെ പിശാച് നുഴഞ്ഞു കയറി ഇസബേലിന്റെ വ്യാപാരം അകത്ത് കയറി നാബോത്തിന്റെ ശുശ്രൂഷയെ മടക്കിക്കെട്ടുക. അവന്റെ ചീരത്തോട്ടത്തെ, അവന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കി മാറ്റുവാൻ നാബോത്തിനെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതിന് മറിഞ്ഞിരുന്ന് വ്യാപരിക്കുന്ന ഇസബേലിന്റെ വ്യാപാരം, സംശയത്തിന്റെ പിശാച് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞിറങ്ങടാ. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. എല്ലാ ദൈവമക്കളും ശക്തമായി കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വലിയ വിടുതൽ വെളിപ്പെടുകയാ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. വായിച്ചേ അതിന്റെ 6. ഞാൻ ഇസ്രായേലിനായ നാബോത്തിനോട് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലയ്ക്ക് തരണം. അല്ല, നിനക്ക് സമ്മതമെങ്കിൽ അതിന് പകരം വേറെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം. ഹലോ, വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവം കൊടുത്ത നന്മയ്ക്കെതിരെ പിശാച് നോട്ടം വച്ചിരിക്കുന്നേ. ഹലോ, പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറയ്ക്കെതിരെ അവൻ ദൃഷ്ടി പതിപ്പിക്കുന്നത്. നിന്റെ തലമുറയിൽ ഒരു വിടുതൽ നടക്കരുത്. നിന്റെ തലമുറയുടെ കുടുംബജീവിതം തകർന്നു പോകണം. ഇത് അവന്റെ പദ്ധതി. എന്നാൽ ഈ ദൂത് ഞാൻ പ്രസ്താവിക്കുമ്പോൾ പരിശുദ്ധാത്മ നിയോഗത്തിൽ പറയാ, കണ്ണുനീരൊഴുകി കരയുന്നൊരു നാബോത്ത് ഒരു പട്ടണത്തിലുണ്ടെങ്കിൽ ഒരു കുടുംബം തകർന്നു പോകത്തില്ല. നാബോത്തിനെ തകർക്കാൻ നോക്കിയാൽ ദൈവം അതിന് മറുപടി ചെയ്യുക. കാരണം മെതിക്കാൻ കഴിവുള്ളവനുണ്ടെന്ന് ഈ യോഗത്തിനകത്ത് മെതിക്കാൻ തന്റെ ഇടമുള്ളവനുണ്ട്. നീ അനുഭവിക്കേണ്ട നന്മയെ വശീകരിച്ച് കൊണ്ടുപോകുന്നവന്റെ മടയിലിറങ്ങി ഒറ്റക്കൊരു മനുഷ്യനെ പോലെ ഒരു മെതിവണ്ടിയായി ദൈവം മറ്റൊരുവനെ പോസ്റ്റ് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കടപ്പെട്ട് കരഞ്ഞ ചില വിഷയത്തിൻ്റെ മറുപടി, കഴിഞ്ഞ നാളുകളിൽ നീ ഭാരപ്പെട്ട ചില വിഷയത്തിൻ്റെ മറുപടി ദൈവം ഈ ദിവസങ്ങളിൽ നിന്റെ പുരക്കകത്ത് വെളിപ്പെടുത്താൻ പോകുക. നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടവൾ, നിന്റെ ഭവനത്തിൽ വസിക്കേണ്ടവൾ മറ്റ് ഭവനത്തിൽ മാറി നിന്നിട്ട് നിനക്കെതിരെ ആവശ്യമില്ലാത്ത വാക്കുകൾ നിനക്കെതിരെ പറഞ്ഞു വിട്ട് നിനക്കെതിരെ നിന്നെ അപവാദം പറഞ്ഞ്, നിന്നെ അപമാനിപ്പിച്ച്, നിന്നെ ദുഃഖിപ്പിച്ച് കരയിപ്പിക്കുന്ന ചില മേഖലയ്ക്കകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം നിന്റെ കരച്ചിന്റെ മറുപടി വെളിപ്പെടുത്തി
വെളിപ്പെടാൻ പോകുക. ഇന്നത്തെ ദൂത് പിടിച്ചോ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ അടിച്ചുവിടുന്ന ഒരായുധവും ഫലിക്കത്തില്ല. നിനക്കെതിരെ പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ അടിച്ചുവിടുന്ന ഒരായുധവും നിനക്കെതിരെ ഫലിക്കത്തില്ല. കാരണം നീ ദൈവത്തിന്റെ കൃപയിലോ. കരമടിച്ച് കർത്താവിനെ സ്വന്തം ചെയ്. ഒരു ദൈവിക പദ്ധതി നിന്നെ കുറിച്ച് ദൈവത്തിനുണ്ട്. നീ ദൈവത്തിന്റെ പദ്ധതിക്ക് അകത്താണോ ഇന്ന് ഇരിക്കുന്നത്? നീ ഒരിക്കലും തകർന്നു പോകത്തില്ല. ഏറ്റവും പുറകിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ കുടുംബത്തിനകത്തുള്ള കണ്ണുനീരുകളെ, നിന്റെ കുടുംബത്തിനകത്തുള്ള വെല്ലുവിളികളെ ഇന്ന് പകൽ എന്റെ ദൈവം തുടച്ചു മാറ്റുകയാണ്. നിന്നെ കണ്ടാൽ സന്തോഷവാനാണ്, നീ പുറത്തിറങ്ങിയ ആൾ ഹാപ്പിയാണ്. എന്നാൽ കുടുംബത്തിനകത്ത് ഒറ്റപ്പെട്ട ചില അനുഭവങ്ങൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ബലഹീനതകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ തലമുറകളിൽ കൂടി ഉണ്ടാകുന്ന തിരമാല പോലെ ഇരച്ച് കയറി വരുന്ന ചില പ്രതിസന്ധികളെ ഇന്ന് പകൽ ദൈവം അടിക്കാൻ പോകുകയാണ്. അല്ലെങ്കിൽ കൊടുങ്കാറ്റ് പോലെ കുടുംബത്തിനകത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രതിസന്ധികളെ എന്റെ കർത്താവ് ഇന്ന് പകലിൽ അടിക്കാൻ പോകുകയാ. പ്രാർത്ഥിക്കുന്നവൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ കരമടിച്ച് കർത്താവ് സ്വത്രം പറ. വാ തുറന്ന് പറ. വിട്ടു തരത്തില്ലടാ. എന്റെ തലമുറയെ നിനക്ക് വിട്ടു തരത്തില്ല. എന്റെ കൊച്ചുമോളെ വിട്ടു തരത്തില്ല. കാരണം എന്റെ വകയാ, എന്റെ രക്തം അവകാശമുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിന്റെ രക്തത്തിൽ ജനിച്ചതിന് നിനക്ക് അവകാശം പറയാൻ പറ്റോ? വിട്ടു തരത്തില്ല. ഒരു മന്ത്രവാദിക്കും വിട്ടു തരത്തില്ല. ഒരു പൂജാരിക്കും വിട്ടു തരത്തില്ല. ഒരു യാഗത്തിനും എന്റെ തലമുറയെ തൊടാൻ പറ്റത്തില്ല. കാരണം യേശുവിന്റെ രക്തമാണ്, യേശുവിന്റെ ശരീരമാണ് ഈ മന്ദിരം. ഈ മന്ദിരത്തെ നശിപ്പിക്കാൻ നടക്കത്തില്ല. കുരുക്കുകളിട്ട് യൗവനക്കാരെ വഴിതെറ്റിപ്പിച്ച് കൊണ്ടുപോകുന്ന ദേശത്തിന്റെ വ്യാപാരത്തെ യേശുവിന്റെ നാമത്തിൽ ദൈവം അടിച്ചു മാറ്റുന്നു. കരമടിച്ചു കർത്താവിനൊന്ന് സ്വപ്നം ചെയ്തേ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ക്ഷീണമായ അവസ്ഥകള്, എല്ലാ ബലഹീനമായ അവസ്ഥകള് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഒരു കാര്യം മനസ്സിലാക്കണം. ആഹാബ് ചെന്നിട്ട് ഓഫർ പറഞ്ഞു. എന്താ? ആഹാബ് എന്ത് ചെയ്തു? നാബോത്തിനെതിരെ ഓഫർ കൊടുത്തു. ഇതുപോലത്തെ ഒരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് വിലയ്ക്ക് മേടിച്ചു തരാം, പോരാഞ്ഞതിന് 2 മടങ്ങ് പൈസയും ഞാൻ തരാം. ഈ കാലഘട്ടത്തിൽ നീ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചിരിക്കുന്നു അത്രയും കാലം ജീവിക്കേണ്ട നന്മ ഞാൻ നിനക്ക് തരാം. പക്ഷേ ദൈവദാസൻ വഴങ്ങിയില്ല കേട്ടോ. കാരണം ഈ മുന്തിരിത്തോട്ടം അവൻ്റെ സ്വന്തം വകയല്ല. ഇത് പ്രാർത്ഥിച്ച് ദൈവം അവന് കൊടുത്ത നന്മയാ. പ്രാർത്ഥിച്ച് ദൈവം എനിക്ക് തുറന്നു തന്ന നന്മയെ, എൻ്റെ ഭവനത്തെ, എൻ്റെ ബിസിനസ്സിനെ, എൻ്റെ തലമുറ നിനക്ക് ഞാൻ തരത്തില്ലടാ. എൻ്റെ തല ഇവിടെ വീഴേണ്ടി വന്നാൽ ദൈവം എനിക്ക് തന്ന നന്മയെ ഞാൻ തരത്തില്ല. ഉപദേശത്തിൽ നിൽക്കുന്നവരുണ്ടോ? വചനത്തിൽ നിൽക്കുന്നവരുണ്ടോ? ഈ ദൂത് പിടിച്ചെടുക്ക്. ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ വചനത്തിനകത്ത് നിൽക്കുന്നവളെ, വചനത്തിനകത്ത് നിൽക്കുന്നവന് ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ മറുപടി വരുന്നുണ്ട്. നിന്റെ തല കുമ്പിട്ടിരിപ്പ എല്ലാ നാളും നീ അനുവദിക്കത്തില്ല. ഇല്ല ദൈവദാസനെ, എനിക്കിനി പറ്റത്തില്ല, എനിക്കിനി പ്രതികരിക്കാൻ കഴിവില്ല, എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല. ആവുന്നിടത്തോളം ഞാൻ പിടിച്ചു നിന്നു. സ്തോത്രം. ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് നീ വെച്ച് എല്ലാം അവസാനിക്കുമ്പോഴാ എൻ്റെ അപ്പൻ്റെ കരം ചലിച്ചു തുടങ്ങുന്നേ. ഹല്ലേലൂയ. ആമേ മരുഭൂമിക്കകത്ത് ഹാഗാറിനെയും എടുത്തുകൊണ്ട് ആമേ ഇസ്മായേലിനെയും എടുത്തുകൊണ്ട് ഹാഗാർ ഒരു കുറുങ്കാട്ടിൻ്റെ തണലിൽ വെള്ളവും തുരുത്തിയിലെ വെള്ളവും റൊട്ടിക്കഷ്ണവും തീർന്നപ്പോൾ ആ കുറുങ്കാട്ടിൻ്റെ തണലിൽ ഇട്ടപ്പോഴാ ഉറവ പൊട്ടിച്ചത് തമ്പുരാൻ. കഴിയത്തില്ലെന്ന് പറഞ്ഞ വിഷയം ഇനി കയ്യിൽ പിടിച്ചു വയ്ക്കാതെ കർത്താവിൻ്റെ പാദത്തിലേക്ക് ഇട്ടുകൊടുക്കുവാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന വിശ്വാസികൾക്ക് കഴിയുമോ? കഴിയുന്നുള്ളവർ കരമുയർത്തി ആമേൻ പറ. സ്തോത്രം. ആഹാബ് പഠിച്ചതെല്ലാം നാബോത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു, പക്ഷെ തോറ്റുപോയി. ഇപ്പൊ രണ്ടാമത് ആരാ വരുന്നേ? ആഹാബിന്റെ ഭാര്യ ഇസബേല്. കണ്ടോ? ഇസബേലിൽ ഇരിക്കുന്ന വ്യാപാരം ആരാ ഈ ഇസബേല്? അവൾ തികഞ്ഞ ഒരു മന്ത്രവാദിയുടെ മകളാണ് ഇസബേൽ. ആമേൻ.
നിന്റെ സകല ജീവചരിത്രവും അവളിൽ നിൽക്കുന്ന ശക്തി വെളിപ്പെടുത്തി കൊടുക്കും. അവളുടെ ഹൃദയത്തിനകത്ത് ആഹാബിന് വെളിപ്പെടാത്ത വിഷയം അവളെ ഹൃദയത്തിനകത്ത് അവളുടെ ദേവന്മാർ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്താ? പ്രാർത്ഥിക്കുന്നവനെതിരെ ഒരു കുറ്റാരോപണം ഉണ്ടാക്കണം. കണ്ടോ? ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു സഭയെ പൂട്ടിക്കെട്ടാൻ പറ്റും. എന്നാൽ ദൈവം വിചാരിച്ചാൽ അവൾ ആ ദേശത്ത് നിന്ന് ഇറക്കി വിടാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ആരാധനയ്ക്കകത്ത് നീ ഇരിക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്കകത്താണ് നീ ഇരിക്കുന്നതെങ്കിൽ, നിന്റെ കുടുംബത്തിൽ എന്തൊക്കെ ആയുധം പിശാച് പ്രയോഗിച്ചാലും ഒരിക്കലും നീ തകർന്നു പോകുവാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഉറപ്പുള്ളവർ ദൂരെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. അവൾ ചില കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് വരികയോ. ഒന്ന്, തന്റെ ഭർത്താവായ ആഹാബിനോട് പറയുകയോ, ഒരു തോർത്തും ഒരു സോപ്പ് കൊടുത്ത് കൈ കൊടുത്തിട്ട് പറയാ, നീ കുളിച്ച് റെഡിയായി വാ, അത്താഴം കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ റെഡിയായി വാ, നിന്റെ വിഷയം എന്തെന്ന് എനിക്കറിയാം, നീ ഭാരപ്പെടുന്ന വിഷയം എന്തെന്ന് എനിക്കറിയാം. ഒന്ന് വായിച്ചേ എൻ്റെ 7 മുതൽ. അവന്റെ ഭാര്യ ഇസബേൽ അവനോട്, നീ ഇന്ന് ഇസ്രായേലിൽ ആരാ? 7 വാക്യം. അവന്റെ ഭാര്യ ഇസബേൽ അവനോട്, നീ ഇന്ന് ഇസ്രായേലിൽ രാജ്യഭാരം വഹിക്കുന്നുവോ? എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാം. അവിടെ നിർത്തണം. ഭാര്യ ഭർത്താവിനൊരു ചോദ്യം ചോദിച്ചു ഇല്ലേ? ശ്രീദേവി സട്ടെ ഒരു ചോദ്യമില്ലേ? ആവേ എന്റെ യജമാനനെ, ഇസ്രായേലിൽ നിന്ന് നീ ആരാ? ആ സ്ഥാനം വിട്ടിട്ടാണ് ഇപ്പൊ വന്ന് കട്ടിൽ കിടന്ന് മോങ്ങുന്നത്. നീ ആരാണെന്ന് നിനക്കറിയത്തില്ലേ? നീ രാജാവല്ലേ? നീ പറഞ്ഞ എന്താ നടക്കാത്തെ? ഞാൻ പറയാം, 50 രാജാക്കന്മാർ ഒരുമിച്ച് നിന്ന് വന്നാലും പ്രാർത്ഥിക്കുന്ന നാബോത്തിനോട് പോരാടാൻ പറ്റത്തില്ല. കാരണം നിന്റെ അകത്തിരിക്കുന്ന ഈ ലോകത്തിൽ ഇരിക്കുന്നവനേക്കാൾ ശക്തനായവൻ. 38 മുക്കോടി ദേവന്മാർ ഒരു ഭാഗത്തും ദൈവത്തെ ആരാധിക്കുന്ന ദൈവദാസൻ ഏലിയാവ് ഒരു ഭാഗത്തും നിന്നാൽ ആരുടെ യാഗമാണ് വിജയിക്കുന്നതെന്ന് വിശുദ്ധ ബൈബിൾ 1 രാജാക്കന്മാർ 18-ാം അധ്യായം വീട്ടിൽ ചെന്ന് വായിക്കണം. 38 മുക്കോടി ദേവന്മാരും ഒരു സൈഡിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന കർമ്മയിൽ മുട്ടുകുത്തുന്ന കുലം ഏതെന്നറിയാത്ത തിഷ്മ ഏലിയാവ് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു അഗ്നിയുണ്ട്. അതാണ് എന്റെ ദൈവം. നിങ്ങൾ പറയില്ലേ ഞാൻ ഒറ്റയ്ക്കാ, ആരുമില്ല. അമ്മേ, ചേരപ്പള്ളിയിൽ നിന്ന് വന്ന അമ്മേ, ഞാൻ ഒറ്റയ്ക്കാ, ആരുമില്ല. ആര് പറഞ്ഞു നീ ഒറ്റയ്ക്കെന്ന്? ഞാൻ പറയുന്നു എൻ്റെ ദൈവം നിന്റെ കൂടെ ഉണ്ട്. മരണങ്ങൾ മുഖാമുഖം കുടുംബത്തിൽ വന്നിട്ടും സ്വസ്ഥത പോലും ഇല്ലാതെ എൻ്റെ കുടുംബത്തെ തകർത്ത് കളയത്തക്ക നിലവാരത്തിൽ നിന്റെ എല്ലാ വഴിയും ശത്രു അടച്ചിട്ടും ഇന്നും ഈ മണ്ണിൽ ആയുസോടെ നിന്നെ നിർത്തിയത്, നിന്നെ പട്ടിണിക്കിടാതെ വണ്ണ ഇന്നും ദൈവം നിന്നെ നിർത്തിയത് ദൈവത്തിൻ്റെ കൃപയാ. നിന്റെ ജാതി മതം ക്വാളിറ്റി നോക്കിയല്ല ദൈവം സ്നേഹിക്കുന്നേ. നിന്റെ ഹൃദയത്തെ ഒന്ന് നോക്കും. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയങ്ങൾ, വിങ്ങിപ്പൊട്ടുന്ന മനസ്സ് നിനക്കുണ്ടെങ്കിൽ ഒരിക്കലും തോറ്റുപോകത്തില്ല. കണ്ടോ? അവള് പറയാ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാം. എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാം. നിന്റെ മനസ്സൊന്ന് തെളിയട്ടെ. ഇപ്പൊ നിന്റെ മനസ്സ് കാലോഷിതമാ എന്ന് വെച്ചാൽ നിന്റെ മനസ്സ് ഇപ്പൊ ശരിയല്ല. സ്വത്രം പറഞ്ഞ രമ്യ, എൻ്റെ മനസ്സിപ്പോൾ എവിടെയൊക്കെയോ പോയിക്കൊണ്ടിരിക്കുക. വല്ലോ നടക്കുവോ കർത്താവേ? എനിക്ക് കിട്ടേണ്ടത് കിട്ടുമോ കർത്താവേ? എന്നെ ഒന്ന് സ്വസ്ഥതയാക്കുവോ കർത്താവേ? ദുഷ്ടനല്ലേ ഇതുവരെ ജയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ? ഇല്ലടാ, നിന്റെ അകത്തിരിക്കുന്നവൻ ആരാ? ഈ ലോകത്തിൽ ഇരിക്കുന്നവനേക്കാൾ ശക്തനാ. അതങ്ങ് സ്വീകരിക്കേ. ഇസബേൽ പറയുക, എന്താ അവള് പറഞ്ഞേ? നിന്റെ മനസ്സൊന്ന് തെളിയട്ടെ. ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ട ഞാൻ നിനക്ക് തരാം. ഹലോ,
ഒരു പെണ്ണ് വിചാരിച്ചാൽ എല്ലാം നടക്കും. നടക്കത്തില്ലേ? ഒരു സഭ വേണമെങ്കിൽ പൂട്ടി കെട്ടാൻ പറ്റും. കൃപയിൽ നിൽക്കുന്ന ഒരു ദൈവദാസൻ എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലേ? പണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ഇന്ന് നിത്യതയിലേക്ക്, നിത്യതയിലാണോ എവിടെയാണോ എന്നറിയില്ല, വിശ്രമിക്കുന്ന ഒരാളിൻ്റെ തോളിൽ കൂടി ഒരു പെണ്ണും പിള്ള കരിക്കും പൊട്ടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വത്രം. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് വലിച്ചിറക്കാൻ എല്ലാ പരിപാടിയും പറ്റി. പക്ഷേ മുഖ്യമന്ത്രി ഇരുന്ന സീറ്റ് വരെ ഒന്ന് പിടിച്ചെന്ത് ചെയ്തച്ചാ കുലുക്കിയില്ലേ? മുൻ മുഖ്യമന്ത്രി ഇരുന്ന സീറ്റ് വരെ എന്ത് കുലുക്കി. പക്ഷെ ഇറങ്ങിയില്ല, തികച്ചിട്ട് ഇറങ്ങിയുള്ളൂ. ഒന്ന് സ്വത്രം പറയാം. ഒരു പെണ്ണ് വിചാരിച്ചപ്പോൾ മന്ത്രിസഭ വരെ പിടിച്ചെന്ത് ചെയ്തു. പിന്നെ ആണോ ഈ ഇസബേല്? അവള് പറഞ്ഞ, അവള് നാവിലെടുത്തോണ്ട് വന്ന ആയുധം കണ്ടോ? ഭർത്താവായ ആഹാബിനോട് പറയുക, എന്റെ പൊന്നച്ഛ, നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ഞാൻ നിനക്ക് തരാം. അവളെ അപ്പൻ നേരത്തെ രജിസ്ട്രേഷൻ ചെയ്ത് അവളെ പേരിന് വെച്ചിരിക്കുന്നത് പോലെയാ പറയുന്നേ. കേക്കട്ടെ, ശരിയല്ലേ? ഇസബേലിന്റെ അപ്പൻ മന്ത്രവാദി നേരത്തെ ദൈവദാസന്റെ മുന്തിരിത്തോട്ടം ഇവളെ പേരിന് രജിസ്ട്രേഷൻ ചെയ്ത് വെച്ചു കൊടുത്തതുകൊണ്ട് അഹങ്കാരത്തോടെ അവള് പറഞ്ഞേ. സ്വത്രം. പക്ഷെ അവള് പൈറ്റിയത് അവിടെ വിജയിച്ചേ. ശരിയല്ലേ? ഇല്ലേ? നാബോത്തിനെ അവിടെ നിന്ന് മാറ്റിയാലേ അടുത്ത് മെതിക്കാൻ ഒരു പരാക്രമശാലിയെ ദൈവത്തിന് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സ്വത്രം പറയാം. കാരണം നാബോത്തിന്റെ ശുശ്രൂഷ അവിടെ അവസാനിക്കുന്നുണ്ട്. സ്വത്രം. കാരണം ദൈവം വിട്ടുകൊടുത്താലേ എന്തെങ്കിലും നടക്കത്തുള്ളൂ. കാര്യം ഉയർത്തി പറ, ദൈവം വിട്ടുകൊടുത്താലേ അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. നീ പ്രാർത്ഥിക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ സംരക്ഷണ വലയം നിന്റെ മേൽ ഉള്ളിടത്തോളം കാലം ഇനി നിന്റെ കുടുംബത്തിൽ ഒരു വിടുതൽ നടക്കണമെങ്കിൽ ചില കടമ്പകൾ ചിലർ കടക്കേണ്ടി വരും. ഇവിടെ ചില കുതന്ത്രങ്ങൾ ഇസബേൽ മെനഞ്ഞു, അതിൽ അവൾ ജയിച്ചു. സ്തോത്രം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നാട്ടുകൂട്ടം വിളിച്ച് അതിൻ്റെ ഇടയിൽ നീചന്മാരായ കുലപാതകന്മാരെ കൈക്കൂലി കൊടുത്ത് പ്രാർത്ഥിക്കുന്ന നാബോത്തിനെതിരെ ആരോപണങ്ങൾ അടിച്ചുവിട്ട് അതിനകത്ത് വെച്ച് കല്ലെറിഞ്ഞ് നാബോത്ത് എന്ന ദൈവദാസൻ എന്ത് ചെയ്തു? കൊന്നു. ലെറ്റർ പേർ എടുത്ത് എഴുതി സീലും അടിച്ചിപ്പോൾ വിട്ടുകൊടുത്തത് ഇസബേല്. സ്വത്രം പറഞ്ഞില്ല. പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ അടിച്ചുവിട്ട ചില പ്രതിസന്ധികൾ ഞാൻ പറയാം. വില കൊടുത്ത് ഇതിനകത്ത് കരയുന്ന ദൈവവൈതലേ, നിന്റെ കണ്ണുനീരൊഴുകി കരഞ്ഞ വിഷയത്തിന്റെ മറുപടിയെ കൊള്ളയടിച്ചു കൊണ്ടുപോയ ശത്രുവിന്റെ മടയിൽ ഇന്ന് പകലിൽ പ്രാർത്ഥനയോടെ ആരാധനയോടെ ഇറങ്ങിച്ചെന്ന് ആ മറുപടിയെ തിരിച്ചു പിടിക്കുന്ന നിമിഷങ്ങളായി മാറുമ്പോ കരമടിച്ച് കർത്താവിനൊന്ന് സ്വത്രം ചെയ്ത്, കരമടിച്ച് ഹല്ലേലൂയ. എല്ലാവരും കരമടിച്ച് കർത്താവിനൊന്ന് സ്വത്രം ചെയ്ത് ആമേ ഹല്ലേലൂയ. ആമേ. അങ്ങനെ അവൾ ആഹാബിന്റെ ആമേ ഹല്ലേലൂയ ആമേ പേര് വെച്ച കത്തെഴുതി അവന്റെ മുദ്ര കൊണ്ട് മുദ്രയിട്ട് എടുത്ത് നാബോത്തിന്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാർക്കും പ്രധാനികൾക്കും അയച്ചു കൊടുത്തു. കണ്ടോ? അവൾ വ്യാജരേഖ ഉണ്ടാക്കി, ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞു പരത്തി ആ ദൈവദാസനെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊന്നു. ശുശ്രൂഷ അവസാനിച്ചോ? ശുശ്രൂഷ അവസാനിച്ചോ? പാതി മടങ്ങ് ശുശ്രൂഷ. അതിനകത്ത് എഴുന്നേറ്റ് അടുത്ത് ചില പരാക്രമശാലിയെ ദൈവം എഴുന്നേൽക്കുക. പ്രാർത്ഥിച്ച് മടുത്തുപോയവർ ദൂത് കേൾക്കുന്നുണ്ടോ? തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്നവർ ദൂത് കേൾക്കുന്നുണ്ടോ? മടുത്തു പോകരുത്. അല്പം പ്രയാസം വന്നെങ്കിൽ, അല്പം കണ്ണുനീരിൻ്റെ അനുഭവം വന്നെങ്കിൽ നീ തളർന്നു പോകരുത്. കാരണം നിന്റെ വിടുതൽ പുറകെ വരുന്നുണ്ട്, പുറകെ വരുന്നുണ്ട്. ആമെ ക്ലേശിപ്പിച്ചവിടെ നടുവിൽ, പരിഹസിച്ചവിടെ നടുവിൽ, ആമെ ഇളം ചില്ലുകളായി ആമെ അറ്റത്ത് കിടന്ന നിന്നെ, ഇളം ചില്ലുകളായി കിടന്ന നിന്നെ ആമെ വെട്ടിയെടുത്ത് കച്ചവടമുള്ള ഒരു ദേശത്ത് കൊണ്ടുവന്ന് നട്ടത് ദൈവമാണെങ്കിൽ നീ വാടത്തില്ല. യെഹെസ്കേൽ 17:4 വചനം അയച്ച ദൂത് പ്രസ്താവിക്കുകയാണ്. ആമേൻ, ആമേൻ. പ്രാർത്ഥിച്ച് ദൈവം തുറക്കുന്ന നന്മയെ ഒരു ദുഷ്ടനും അപകരിച്ചു കൊണ്ടുപോകുവാൻ
ദൈവം വിട്ടുകൊടുക്കത്തില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നുണ്ട്. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുകത്തില്ല. അത് വൈകിയാലും വരും. അതിനുവേണ്ടി കാത്തിരിക്കുക. അത് വരും നിശ്ചയം. കരമുയർത്തൊരാമേൻ പറ. ചില പ്രതിസന്ധികൾ നിനക്കെതിരെ, ചില കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ ദൈവമക്കെതിരെ വരും. പക്ഷേ നീ പ്രാർത്ഥിച്ച് ഫയർ ചെയ്ത് നിൽക്കേ. നീ ഒരു ഫയർ എഞ്ചിനായി ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ എഴുന്നേൽക്ക്. നിന്നെ മാനിക്കാൻ ദൈവം സഹായിക്കട്ടെ.